ഇനിയിപ്പോ പണപ്പെട്ടി ടാസ്ക് വരുന്നുണ്ട്. ഈ പണപ്പെട്ടി ടാസ്കിൽ എനിക്ക് നല്ല സംശയമുണ്ട്, അനുമോൾ ആ പൈസ എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളത്. അനുമോൾക്ക് കപ്പ് കൊടുക്കില്ല ബീബി, അല്ലെങ്കിൽ അനീഷിന് പി ആർ ഉണ്ടെന്ന് പറഞ്ഞ് ഫലിപ്പിച്ചു കഴിഞ്ഞാൽ അനീഷിന് കപ്പ് കൊടുക്കില്ല, അല്ലെങ്കിൽ ഷാനവാസിന് കപ്പ് കൊടുക്കില്ല, ഈ പറഞ്ഞ അക്ബറിനോ നെവിനോ വല്ലതും കൊടുത്തു വിടുമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ചുമ്മാതെയാ. അനുമോള് തെറ്റ് ചെയ്യുന്നുണ്ട്, ആദിൽ ചെയ്യുന്നുണ്ട്, നൂറ ചെയ്യുന്നുണ്ട്, ഷാനവാസ് ചെയ്യുന്നുണ്ട്, അനീഷ് ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാരുണ്ട്. നെവിന്റെ മനസ്സിൽ ഈ പറയുന്ന അനുമോളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, അത് ആദ്യമേ ആ തെറ്റിദ്ധാരണ ഇട്ടുകൊടുത്തത് ആരാണെന്ന് അറിയാമോ? ഈ അക്ബറാണ്. ഇത്രയും പേര് അവിടുന്ന് ഔട്ടായത് അക്ബർ ഒരാൾ കാരണം തന്നെയാണ്. ഇനിയിപ്പൊ നെവിൻ, ബിഗ് ബോസ് മലയാളം സീസൺ 7, ഈ പെരുന്നാൾ വന്നാലും അടിയന്തരം വന്നാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ലെന്ന് പറഞ്ഞതുപോലെയാണ് അനുമോളുടെ അവസ്ഥ. ആര് എവിക്റ്റ് ആയാലും അനുമോളുടെ തലയിലാണ് ഇതെല്ലാം വന്ന് വീഴുന്നത്. അനുമോളുടെ പി ആറുകൾ കളിച്ചു ഔട്ടായി എന്നുള്ള രീതിയിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ആഴ്ചയിൽ ഒരു ദിവസം ആര് പുറത്തായാലും അനുമോളുടെ നെഞ്ചത്ത് തന്നെയാണ് ഇത് കൊള്ളുന്നത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരുന്നു. ഇത് മോശം പറയാനില്ല. എന്ന് വെച്ചാൽ വീക്കെൻഡുകളിൽ വെച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് എന്തായാലും അവിടെ പലരുടെയും ഡബിൾ സ്റ്റാൻഡും അതുപോലെ തന്നെ ബുള്ളിങ് ഗ്യാങ്ങുകളിലെ അടിച്ചിരുത്തുന്ന സീനുകളും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഷാനവാസിന്റെ തിരിച്ചു വരവ്, അതും വളരെ സന്തോഷമായി. അതിനുശേഷം ഷാനവാസ് ഇവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോള്, ആദില, ഇവരെല്ലാം ക്യാപ്റ്റൻസിയെ കുറിച്ച് പറയുമ്പോൾ ഈ 3 പേരുടെയും ക്യാപ്റ്റൻസിയെ കുറിച്ച് ആ വീട്ടിലുള്ളവരെല്ലാം നെഗറ്റീവാണ് പറഞ്ഞത്. ക്യാപ്റ്റൻസിയെ കുറിച്ച് ആരും ഇങ്ങനെ ഒരേ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് എല്ലാവർക്കും തോന്നിയതാണ് എവിക്ഷൻ, ആര്യന്റെ എവിക്ഷൻ. സത്യത്തിൽ ആര്യൻ നല്ല ബെസ്റ്റ് ഒരു പ്ലെയറാണ്, ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ എവിടെയാണ് ആര്യന് കാലിടറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആര്യൻ അക്ബറിനൊപ്പം ചേർന്ന്, അതുപോലെ തന്നെ ലാസ്റ്റ് സമയങ്ങളിലൊക്കെ നെവിനും കൂടെ ഇവരുടെ കൂടെ ചേർന്ന് ഒരു വലിയൊരു ബുള്ളിങ് ഗ്യാങ്ങായിട്ട് ഇത് മാറിയപ്പോഴാണ് ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ ആര്യൻ പുറത്താകുന്നത്. അതുതന്നെ പലരും പറയുന്നത് ഞാൻ കേട്ടു, ടാസ്ക് കളിച്ചു വലിയൊരു ഗെയിമറാണ്, ആ ഗെയിമർ പുറത്തായി, അൺഫെയർ എന്ന്. ഇപ്പോഴും മനസ്സിലാകാത്തവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ അല്ല. എന്നാ പിന്നെ അവിടെ 10 ബോളും എടുത്തിട്ട്, അല്ലെങ്കിൽ ഈ സ്റ്റാർ മാജിക് എല്ലാം പോലെ കുറച്ച് ബോളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ഗെയിം കളിപ്പിച്ച് ഒരു വിന്നറെ തെരഞ്ഞെടുത്താൽ മതിയല്ലോ. ഒരിക്കലും നിങ്ങൾ ഏത് ബിഗ് ബോസ് ഷോ എടുത്ത് നോക്കിക്കോ, ഹിന്ദി, തമിഴ്, കന്നഡ, ഏതും ആയിക്കോട്ടെ, മലയാളം, ഏതെടുത്തെന്ന് പറഞ്ഞാലും ടാസ്ക് കളിച്ച് ജയിച്ച ആരാണുള്ളത്? ടാസ്ക് ഇതിനകത്ത് ഇവർക്ക് റേഷൻ ലഭിക്കാനും അതുപോലെ തന്നെ വീട്ടിൽ കുറച്ച് ലക്ഷറി ബഡ്ജറ്റ് കിട്ടാനും ഒക്കെ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. പിന്നെ ഒരാളുടെ കായികക്ഷമത, അല്ലെങ്കിൽ അതുകൊണ്ട് പലർക്കും ഉപകാരം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ, പലർക്കും പല ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ പറ്റും ടാസ്ക് ബേസിലൊക്കെ. പക്ഷെ അത് മാത്രം മതിയോ ഒരാൾക്ക് വിൻ ചെയ്യാൻ? ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിം ആണ്. ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് എന്ന് പറയുന്നത് മൈൻഡ് ഗെയിം ആണ്. അത് ടാസ്ക് കളിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മൈൻഡ് ഗെയിം കളിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റിയൽ ഫേസ് എക്സ്പോസ് ആവുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റിയൽ ഫേസ് നമ്മൾ എക്സ്പോസ് ചെയ്യിക്കുക. ഇതൊക്കെയാണ് ഗെയിം. നമ്മൾ മൈൻഡ് ഗെയിം എന്ന് പറയും. മൈൻഡ് ഗെയിം കളിക്കുന്നവർക്ക് അവിടെ വിജയിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ഗെയിമാണ് ഈ വിലയിരുത്തുന്നത് അല്ലെ വിന്നറെ തീരുമാനിക്കുന്നത് എന്നത്. ആര്യന്റെ കാര്യത്തിൽ തന്നെ എടുത്തു നോക്കാം. ആര്യ നല്ലൊരു ഗെയിമർ ആയിരുന്നു. അവിടെ കൊടുക്കുന്ന ഗെയിമുകളൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. നല്ലൊരു ടാസ്ക് ഒക്കെ ഈസി ആയിട്ട് വിൻ ചെയ്യാനും കള്ളത്തരം കാണിച്ചിട്ടാണ് കൂടുതലും, എന്നാലും അത് പറഞ്ഞ് ഫലിപ്പിക്കാനും വിജയിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലും ടിക്കറ്റ് ഫിനാലെ നമ്മൾ കണ്ടതാണ്, കൂടുതലും കള്ളത്തരം കാണിച്ചിട്ടാണ് ആര്യൻ ജയിച്ചിരിക്കുന്നത്. പിന്നെ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാലും ആര്യൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു. പക്ഷെ ആര്യനെ കുറിച്ച് നിങ്ങൾ കുറച്ച് പുറകോട്ട് ചിന്തിക്കുക. ആര്യൻ നേരത്തെ പുറത്താകേണ്ട ആളാണ്. ഈ ആര്യനാണെങ്കിലും അക്ബർ ആണെങ്കിലും ഈ നെവിൻ പിന്നെ അവിടെ നിൽക്കാൻ ഇതുണ്ടായിരുന്നു. വെച്ചാൽ നെവിൻ ആദ്യം മുതലേ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നയാളാണ്. എന്നുവെച്ചാൽ അവിടെ വന്നിട്ട് ആ കോമഡി എല്ലാം കണ്ട് കുറച്ച് പേരൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആര്യനും അക്ബറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50 ദിവസത്തിന് മുമ്പേ ഔട്ടാവേണ്ട ആൾക്കാരായിരുന്നു. പക്ഷേ അവരെ സേവ് ചെയ്തുകൊണ്ട് വന്നത് ഈ ബോസ് തന്നെയാണ്. ഈ പറഞ്ഞ വൈൽഡ് കാർഡിനെ ഒക്കെ അകത്ത് കയറ്റി അവരെ സേവ് ചെയ്തു. ഈ പറയുന്ന പോലെ ഈ എവിക്ഷൻ ഒന്നും അൺഫെയർ ഒന്നും അല്ല, ഫെയർ ആയിട്ട് തന്നെ നടക്കുന്നത്. പിന്നെ അൺഫെയർ ആണെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെരുന്നാൾ വന്നാലും അടിയന്തരം വന്നാലും ഈ കോഴിക്ക് കിടക്കപ്പുറതി ഇല്ല എന്ന് പറയുന്ന പോലെയാണ് അനുമോളുടെ കാര്യം. ഇപ്പൊ എല്ലാവരും വെളിയിൽ പറയുന്നത് എന്താണ്, അനുമോളുടെ പി ആറുകൾ ഔട്ടാക്കി, അല്ലെങ്കിൽ ആര് ഔട്ടായെന്ന് പറഞ്ഞാൽ ഇപ്പൊ അനുമോളുടെ പി ആർ ആണ്.
ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പൊ ഇനിയിപ്പം അനുമോളെ ചീത്ത വിളിക്കാൻ അല്ലെങ്കിൽ അനുമോളെ PR ഉണ്ടെന്ന് പറയാൻ ഒരാളും കൂടെ ആയി വെളിയിൽ, അതേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. എത്ര PR ഉണ്ടെന്ന് പറഞ്ഞാലും അകത്ത് നിൽക്കാൻ കഴിയുമോ? എത്ര വരെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, PR ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ നല്ലൊരു ഗെയിമൊക്കെ കളിച്ചാലല്ലേ PRന് ഇവിടെ നിന്നോട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ അമ്മ വന്ന് കരയുന്നു, അച്ഛൻ വന്ന് കരയുന്നു, അനിയത്തി വന്ന് കരയുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഈ ഷോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നും. ഒന്നാമത്തെ സീസൺ മുതൽ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു അത്ഭുതമായിട്ട് തോന്നത്തേ ഇല്ല. അവർക്കറിയാം ഗെയിം എന്താണെന്നുള്ളതും ഈ ഗെയിമിനെ എങ്ങനെ വിലയിരുത്തണം എന്നുള്ളതും. അതുപോലെ ആര്യൻ ഔട്ടാകാനുള്ള മെയിൻ കാരണം ഈ അക്ബർ തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് അക്ബർ തന്നെയാണ്. ഈ ഇത്രയും പേര് അക്ബറിന്റെ കൂടെ നിന്ന് 9ഓളം പേരെങ്ങാണ്ട് ഔട്ടായിട്ടുണ്ട്. ഈ 9ഓളം പേരും ഔട്ടായത് ഈ അക്ബർ കാരണമാണ്. അതാണ് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇപ്പോൾ അക്ബർ അവിടെ പറയുന്നത് കേട്ടുന്ന എപ്പിസോഡെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. നെവിനും അക്ബറും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അക്ബർ അവിടെ ഒരു നമ്പർ ഇറക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം കേൾപ്പിക്കാൻ വേണ്ടി ആയിരിക്കില്ല. അക്ബർ ആരാ മോന്? അക്ബർ പറയുക, ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമായി. ബാക്കി ഇപ്പൊ നോക്കിക്കേ, അവിടെ എത്ര പേരാണ് ഗ്യാങ് കൂടിയിരുന്ന് സംസാരിക്കുന്നത്. അവരൊക്കെ ഒരു ഗ്യാങ് ആയെന്ന്, അവരൊക്കെ ഒരു ഗ്യാങ് ആണ്, ഗ്രൂപ്പാണ് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ കൂടുതലും അവിടെ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുന്നത് ഈ പറ്റ ഗേൾസ് എന്ന് പറയുന്ന ഈ 3 പേരെയാണ്. പക്ഷെ ബാക്കിയുള്ളവരൊന്നും അങ്ങനത്തെ ഗ്രൂപ്പ്സ് ഒന്നും ഇല്ല. എന്നാലും അവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. തെറ്റിലേക്ക് പോകരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഇവരെന്താണ് ചെയ്തത്? ഈ നിൽക്കുന്ന 9ഓളം പേരെ കൊണ്ട്, ഈ ഔട്ടായവരെ ഉൾപ്പെടെ ഈ എല്ലാവരെയും കൊണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? തെറ്റ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പറയുന്ന അക്ബർ അവിടുന്ന് ബൂസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ അക്ബർ എന്തുകൊണ്ട് ഈ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന്റെ കൂടെ തന്നെ നിൽക്കുന്നത്? അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ അക്ബറിന്റെ കൂടെ നിൽക്കുന്നവർ തെറ്റിലേക്ക് പോകുമ്പോൾ അക്ബറും ആ തെറ്റിൽ ഉൾപ്പെടുകയാണ്. അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണെന്നോ ഒരു വട്ടമെങ്കിലും പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇവർ പറയും അത് തെറ്റാണെന്ന് പറയും. അല്ലാതെ നമ്മൾ ഒരു ലൈവിലും കണ്ടിട്ടില്ല. അത് തന്നെയാണ് ഇവരുടെ ഫോൾട്ടും. ആ ഫോൾട്ട് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത്രയും പേര് അവിടുന്ന് ഔട്ടായത് അക്ബർ ഒരാൾ കാരണം തന്നെയാണ്. ഇനിയിപ്പം നെവിന്റെ വിഷയം നമുക്ക് പറയാം. ഇപ്പൊ എല്ലാവർക്കും അറിയാം നെവിനാണ് ഈ ആഴ്ച പുറത്തു പോകേണ്ടത് എന്ന് എല്ലാവരും കരുതിയിരുന്നതാണ്. ഞാനും വിചാരിച്ചു നെവിൻ ആയിരിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ആര്യനാണ് പോയത്. നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിൻ ഒറ്റയ്ക്ക് കളിച്ചാൽ നല്ല വെൽ പ്ലെയർ ആണ്. നെവിൻ എന്താണ് പറ്റുന്നത്? നെവിന്റെ മനസ്സിൽ ഈ പറയുന്ന അനുമോളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, അത് ആദ്യമേ ആ തെറ്റിദ്ധാരണ ഇട്ടുകൊടുത്തത് ആരാണെന്ന് അറിയാമോ? ഈ അക്ബറാണ്. ഈ അക്ബറും അപ്പാനിയും കൂടെയാണ്. അത് ഇങ്ങനെ വളർന്ന് 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 ഒരു വൈരാഗ്യമായിട്ട് മാറി. ഈ നെവിനിൽ വളർന്ന ഒരു വലിയൊരു വൈരാഗ്യമാക്കി മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞു. അവിടെയാണ് ഈ നെവിന്റെ ഗെയിമും ഫോൾട്ടായത്. ഈ ഗെയിം കാണുന്നവർക്ക് ഇത് വിലയിരുത്തുവാണെങ്കിൽ, കൃത്യമായിട്ട് വിലയിരുത്തിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ പറയുന്ന പോലെ ഇപ്പൊ അനുമോള് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അനുമോള് തെറ്റ് ചെയ്യുന്നുണ്ട്, ആദിൽ ചെയ്യുന്നുണ്ട്, നൂറ ചെയ്യുന്നുണ്ട്, ഷാനവാസ് ചെയ്യുന്നുണ്ട്, അനീഷ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ ആദില തെറ്റ് ചെയ്താൽ അനുമോളും പറയും, അല്ലെങ്കിൽ നൂറയും പറയും നീ ചെയ്തത് തെറ്റാണെന്ന് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും. ഷാനവാസ് ചെയ്താൽ മറിച്ചാണെങ്കിലും അങ്ങനെ പറയാൻ അവിടെ ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പുറത്ത് അങ്ങനെ അല്ല. ചിന്തിക്കേണ്ടത് അവിടെയാണ്. ഇവർ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ കൂടെ നിൽക്കുന്നത്. അവിടെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഒക്കെ അടിച്ചു തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇരുന്നോട് പറയുന്നുണ്ടല്ലോ, ഈ അക്ബർ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ അവരെല്ലാം ഗ്യാങ് ആയി, നമ്മൾ രണ്ടുപേരും മാത്രമായെന്ന്. നിങ്ങൾ രണ്ടുപേരും മാത്രം എങ്ങനെയായി? അതെന്താണ് ഇവൻ ചിന്തിക്കാത്തത്? ഇപ്പൊ എന്തായാലും ഒരു വല വിരിച്ച് വിട്ടിട്ടുണ്ട് നെവിന്. അക്ബർ വല വിരിക്കുന്നവരെല്ലാം ഒരാഴ്ചയിൽ കൂടുതൽ കടന്നു പോകത്തില്ല. അക്ബറിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുറത്തു പോകും എന്നുള്ളതാണ്. ഇപ്പൊ നെവിൻ ഒരു വല വിരിച്ചിട്ടുണ്ട്. നെവിൻ അതിൽ വീഴുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കിന്ന് തോന്നുന്നത്. ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ഇന്നത്തെ ലൈവിൽ നെവിൻ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാൻ വെളിയിൽ പോയാൽ എന്ത് ചെയ്യും, ഞാൻ ഒരു കല്യാണം കഴിച്ചാൽ എന്ത് ചെയ്യും, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അക്ബർ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സൈലന്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ചെറിയ മരുന്നുകൾ ഇട്ട് കൊടുക്കുന്നു. എന്താന്ന് വെച്ചാൽ നെവിനെ എക്സ്പോസ് ചെയ്യിക്കുന്നു. നെവിനെ അവിടെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിപ്പിക്കുന്നതേ ഈ പറയുന്ന അക്ബറാണ്. അക്ബർ അവിടെ സൈലന്റ് ആയിട്ട് ഇരുന്ന് എക്സ്പോസ് ചെയ്യിക്കുകയാണ് ഈ നെവിനെ വെളിയിലേക്ക്. പക്ഷെ അത് നെവിന് മനസ്സിലായിട്ടില്ല. നെവിന് അതെല്ലാം വിളിച്ചു പോകുന്നുണ്ട്, ഓരോ കാര്യങ്ങളും വിളിച്ച് വിളിച്ച് പോകുന്നുണ്ട്. ഇനിയിപ്പം എടുക്കാൻ പോകുന്ന തന്ത്രം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഗ്രൂപ്പാണ് ലാലേട്ട, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അതൊന്നും ഇനി ഇവിടെ പ്രസക്തിയില്ല. ഗ്രൂപ്പ് കളിച്ചത് ആദ്യം മുതലേ, ഗ്രൂപ്പ് ഉണ്ടാക്കിയത് മുതൽ ഇതുവരെ ഗ്രൂപ്പ് കളിച്ചുകൊണ്ടിരുന്നതും ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നതിന് ആൾക്കാർ പോയി എന്നേ ഉള്ളൂ. ഗ്രൂപ്പ് ലീഡർ അവിടെ തന്നെ ഉണ്ട്, ഈ പറയുന്ന അക്ബർ. എന്നിട്ട് അക്ബർ മറ്റുള്ളവർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് ന്യായം? ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലോ, ഒരു വീടാണ്, ഇവിടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അതിനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച ആൾക്കാരാണല്ലോ ആര്യൻ, അക്ബർ, അപ്പാനി, ഈ പറയുന്ന
എല്ലാവരും. ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് ആ ഫീലിംഗ് എന്താണെന്നുള്ളത് അക്ബറിന് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. അതിലൊരു ഗെയിമാണ് അക്ബർ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇവരെല്ലാരും കൂടി നമ്മൾ ആദ്യമേ കണ്ടതാണ്, 10-20 പേര് ചേർന്നാണ്, 20ഓളം പേര് ചേർന്നാണ് അനുമോളെ കോർണർ ചെയ്തുകൊണ്ടിരുന്നത്. 2-3 ആഴ്ച നമ്മളെല്ലാം കണ്ടതല്ലേ. 3 ആഴ്ചയോളം എല്ലാവരും ഇവരുടെ സ്ട്രെങ്ത് കൂടുതലായിരുന്ന സമയത്ത് ഒരു 18-20 പേര് ഒറ്റയ്ക്കിരുന്ന് കോർണർ ചെയ്ത് ആരെയാണ്? ഈ പറയുന്ന അനുമോളെ തന്നെയാണ്. അപ്പോഴൊന്നും തോന്നാത്ത ഒരു മനോവിഷമം ഇപ്പോൾ എന്തോ അക്ബറിന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ കർമ്മ എന്ന് പറയുന്നത്. അതുപോലെ ആര്യൻ ഇന്ന് പുറത്തായപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കാണും, അനുമോൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ അനുമോളോട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അനുമോളോട് അത്രയും വാശി, വൈരാഗ്യം ഇതെല്ലാം ഇഞ്ചക്ട് ചെയ്ത് വെച്ചത് ഈ അക്ബറാണ്. ഇവരുടെ എല്ലാം മനസ്സിൽ അനുമോൾക്കെതിരെ തന്ത്രങ്ങൾ രൂപീകരിച്ച് അനുമോൾക്കെതിരെയുള്ള വിഷം കുത്തിവെച്ചത് മൊത്തവും ഈ അക്ബറാണ്. ഈ അനുമോളാണെങ്കിൽ തന്നെ ഈ ആര്യനുമായിട്ടൊക്കെ ആദ്യം നല്ല കമ്പനിയൊക്കെ ആയിരുന്നു, അത് നശിപ്പിച്ചത് ഈ അക്ബറാണ്. ഒരാളിൽ എത്രമാത്രം വിദ്വേഷം ഉണ്ടാക്കി കൊടുക്കാമോ അത്രമാത്രം വിദ്വേഷം എല്ലാവരിലും ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത ഈ അക്ബറാണ്. ഞാൻ മിക്കവാറും ഇപ്പൊ അക്ബറിന്റെ എന്റെ വീഡിയോയിൽ കൂടുതൽ ഞാൻ ഈ അക്ബറിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇനിയെങ്കിലും ഇവർ അക്ബറിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ വെളിയിലുള്ളവർ ഒരു ലൂപ്പിൽ പെട്ടിരിക്കുകയാണ്. വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാര് ഈ വെളിയിൽ വരുന്ന എവിക്റ്റായി വരുന്ന ആൾക്കാർ ആദ്യമേ കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഈ വെളിയിൽ നേരത്തെ ഔട്ടായവരെല്ലാം പറഞ്ഞ് ഫലിപ്പിക്കുന്നത് എന്താണ്? എല്ലാത്തിനും കാരണം അനുമോളുടെ PR ആണ്. ഇത് PR കളിയൊന്നുമല്ല, ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ വോട്ടിംഗ് തന്നെയാണ് ഈ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. PR-കൾക്ക് പിന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടാന്ന് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ഓർ പോസിറ്റീവ് ബൂസ്റ്റ് ചെയ്ത് വിടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വെളിയിൽ വരുന്നവരോട് ഞാൻ ഇപ്പോഴും പറയും, നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണിത്. അല്ലാതെ ചുമ്മാ കിടന്ന് സ്റ്റോറി ഇട്ടും ചാനലിന്റെ മുന്നിൽ പോയി കിടന്നിട്ട് കരഞ്ഞ് PR ഒന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇപ്പൊ PR ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഘോരഘോരം വെളിയിൽ നിന്ന് പ്രസംഗിക്കുന്നവരോട് ചോദ്യം, PR ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവരും ഒരു വിചാരം കാണും ഇപ്പൊ അർഹതപ്പെട്ട ഒരാൾക്ക് അവിടെ കപ്പ് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അനുമോള് PR ഉണ്ടെന്ന് അനുമോൾക്ക് പറഞ്ഞ് ഇങ്ങനെ ഫലിപ്പിച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് കപ്പ് കൊടുക്കില്ല BB, അല്ലെങ്കിൽ അനീഷിന് PR ഉണ്ടെന്ന് പറഞ്ഞ് ഫലിപ്പിച്ചു കഴിഞ്ഞാൽ അനീഷിന് കപ്പ് കൊടുക്കില്ല, അല്ലെങ്കിൽ ഷാനവാസിന് കപ്പ് കൊടുക്കില്ല, ഈ പറഞ്ഞ അക്ബറിനോ നെവിനോ വല്ലതും കൊടുത്തു വിടുമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ചുമ്മാതെയാ. നിങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് പറയാനേ ഉള്ളൂ. എന്നുവെച്ചാൽ ഈ സീസണൊക്കെ കണ്ടു വന്നിട്ടുള്ളവരാണ് നമ്മൾ. എത്രമാത്രം ബിഗ് ബോസിനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബിഗ് ബോസിന്റെ വോട്ടിങ്ങിൽ ഒരിക്കലും കള്ളത്തരം ഒരിക്കലും ഉണ്ടാകത്തില്ല, വോട്ടിങ്ങിൽ ഉണ്ടാകത്തില്ല. അവര് വേണമെങ്കിൽ ഓരോരുത്തരെ വേണമെങ്കിൽ നെഗറ്റീവ് ആക്കിയൊക്കെ ലൈവിലും എപ്പിസോഡിലും ഒക്കെ കാണിപ്പിക്കാം എന്നുള്ളതല്ലാതെ വോട്ടിങ്ങിൽ ഈ പറയുന്ന ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ചാനലിന്റെയോ ഒന്നും സ്വാധീനം ഈ വോട്ടിങ്ങിനെ ബാധിക്കത്തില്ല. അത് 100% ഉറപ്പാണ്. ഇപ്പോൾ ആര്യൻ ഔട്ടായിട്ടുണ്ടെങ്കിലും അത് വോട്ടിങ്ങിന്റെ രീതിയിൽ തന്നെയാണ് ഔട്ടായിരിക്കുന്നത്, അല്ലാതെ അവരെ ഇറക്കി വിട്ടതോ ഒന്നുമല്ല. കൂടുതലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്, ഈ പറഞ്ഞ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നവരെല്ലാം, വെളിയിൽ വന്ന എവിക്റ്റായി വന്നവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്നവരെല്ലാം ഈ അക്ബറിന്റെ കൂടെ നിന്നവർ തന്നെയാണ്. അവർക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ തെറ്റുകൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരിപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവര് വെളിയിൽ വന്നിട്ട് അവരുടെ തെറ്റുകൾ ഇതാണെന്ന് മനസ്സിലാക്കിയാലും അവര് വെളിയിൽ പറയുമ്പോഴത്തേക്ക് അനുമോള് മോശമാണ്, അനുമോള് അവിടെ ഗെയിം ഒന്നും കളിക്കുന്നില്ല, അനുമോള് PR കൊടുത്തിട്ടാണ് പോയത്, അതുകൊണ്ടാണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. ഇതേ കരച്ചിലല്ലേ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലൈവ് ഇട്ടിട്ടാണെങ്കിലും സ്റ്റോറി ഇട്ടിട്ടാണെങ്കിലും ചാനലിന്റെ മുന്നിൽ പോയി നിങ്ങൾ ഇതേ മെഴുകൾ തന്നെയല്ലയോ മെഴുകുന്നത്? ഇതേ കരച്ചിൽ തന്നെയല്ലേ കരച്ചില്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞതേ ഉള്ളൂ. ഈ എപ്പിസോഡിന്റെ ഒരു റിവ്യൂ നിങ്ങൾ കണ്ടു കാണും, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാനിത് എപ്പിസോഡ് റിവ്യൂ ആയിട്ടല്ല ഞാൻ ചെയ്തത്. അപ്പൊ ഞാൻ ഈ വെളിയിൽ നടക്കുന്ന സംഭവങ്ങളും ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞത്. അത് ചിലർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. പക്ഷെ ഇത് എത്രമാത്രം ആൾക്കാർ ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ കാണുന്നതായ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ അർഹതപ്പെട്ട 3 പേരുണ്ട് കപ്പടിക്കാൻ. ഒന്ന് അനുമോള്, ഒന്ന് അനീഷ്, ഒന്ന് ഷാനവാസ്. ഈ 3 പേരിൽ ഒരാൾക്ക് കപ്പ് ഉറപ്പാണ്. ഈ 3 പേരിൽ ഒരാൾക്കായി ഡിസർവ് ചെയ്തിട്ടുള്ളൂ ഈ പ്രാവശ്യത്തെ കപ്പ്. ഈ സീസൺ തുടങ്ങിയ സെക്കൻഡ് വീക്ക് മുതൽ ഔട്ടായ ആൾക്കാരും ഒന്ന് പറഞ്ഞാൽ ഞങ്ങളായിരുന്നു ഗെയിമർ, ഞാനായിരുന്നു കപ്പടിക്കേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ PR ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഔട്ടായത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം ചിന്തിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ എവിക്ഷൻ എല്ലാം കണ്ടുവന്നവരാണ്. ഈ ഓരോ എവിക്ഷനും അവിടെ നടക്കുന്ന കളികളും, എവിക്ഷൻ മാത്രം ശ്രദ്ധിക്കണ്ട, നമ്മൾ ഈ 1ാമത്തെ ദിവസം മുതൽ ഇന്ന് വരെയുള്ള ഗെയിം തന്നെ എടുത്ത് നോക്കിക്കോളൂ. ഫെയർ ആയിട്ട് തന്നെയാണ്, എന്റെ അഭിപ്രായത്തിൽ ഫെയർ ആയിട്ട് തന്നെയാണ് അവിടെ എവിക്ഷൻ നടന്നിരിക്കുന്നത്. ഇനിയിപ്പോ പണപ്പെട്ടി ടാസ്ക് വരുന്നുണ്ട്. ഈ പണപ്പെട്ടി ടാസ്കിൽ എനിക്ക് നല്ല സംശയമുണ്ട് അനുമോൾ ആ പൈസ എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, അനുമോളുടേതായ ബുദ്ധിമുട്ടുകൾ അനുമോൾ പല പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ നിൽക്കുന്നതിൽ ക്യാഷിന് ഒരുപാട് അത്യാവശ്യമുള്ള 3-4 പേരിൽ, ക്യാഷിന് അത്യാവശ്യമുള്ള 3-4 പേരിൽ ഒരാൾ തന്നെയാണ് ഈ പറയുന്ന അനുമോൾ. അനുമോൾക്ക് 30 ലക്ഷം രൂപയുടെ എങ്ങാണ്ട് വീട്ടിലെ കടമുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ അച്ഛന്റെ ഓപ്പറേഷൻ നടത്താനുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്കൊന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് കുറച്ച് പറഞ്ഞതാണ് ഞാനിവിടെ പറയുന്നത്. ആ സാഹചര്യത്തിൽ ഒരു 20 ലക്ഷം രൂപ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പെട്ടി എടുത്തുകൊണ്ട് അനുമോള് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിലും ചാൻസ് കൂടുതലാണ് ആദില. അതുപോലെ ഷാനവാസ് ഈ അക്ബറുമായിട്ട് അന്ന് സംസാരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതിനകത്ത് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ കുടുംബം അവർക്ക് ഞാനില്ല എന്നുള്ളൊരു ഇത് തോന്നരുത്, ഞാനൊന്നും സമ്പാദിച്ച് വെച്ചില്ല എന്ന് തോന്നരുത് എന്ന്. എന്നുവെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ അനുഭവിച്ച ആളാണ് ഈ ഷാനവാസ്. അപ്പൊ ഷാനവാസ് അതുകൊണ്ട് ഇപ്പൊ പെട്ടി എടുക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ പെട്ടി എടുക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഷാനവാസ് എടുത്താലും നമുക്കതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ആരെടുത്താലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, നമ്മൾ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് സംസാരിച്ചത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് 3-4 പേരുണ്ട്. അത് പറഞ്ഞതിലാണ്. പിന്നെ അനീഷ്, അതുപോലെ ആദില, നൂറ, അവർക്കും പൈസയുടെ അത്യാവശ്യമുണ്ട്. ഇവരിൽ ആർക്ക് വേണേലും ഇത് എടുത്തുകൊണ്ട് പോകാം. എന്റെ ഒരു കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ എനിക്കിപ്പോൾ ഡൗട്ട് അടിക്കുന്നത് അനുമോള് എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അനുമോൾ എന്ന് പറയുന്നുണ്ടായിരുന്നു, ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഒരു 20 ലക്ഷം 30 ലക്ഷം ഒക്കെ ആണെങ്കിൽ ഞാൻ നോക്കും എന്നുള്ള കാര്യം. ഉറപ്പായിട്ടും വേണമെങ്കിൽ 20 ലക്ഷം വരെ അവിടെ, അല്ലെങ്കിൽ 22 ലക്ഷം വരെ, അല്ലെങ്കിൽ 25 ലക്ഷം വരെ അവിടെ ബിഗ് ബോസ് വെച്ച് കൊടുത്തേക്കും. ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നവർ കൊണ്ടുപോകട്ടെ, ആരെ എടുക്കുന്നത് നോക്കാന്ന് വെച്ച് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ മിക്കവാറും അത് അനുമോൾ എടുക്കുമോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ആദില എടുക്കാൻ ചാൻസ് കൂടുതലാണ്. അത് നെവിൻ ഇനി തൊടാൻ പറ്റത്തില്ല. നെവിൻ ഇത് എടുക്കണമെന്നുണ്ടായിരുന്നു. ഈ പറയുന്ന അക്ബറും ആര്യനും നെവിനും കൂടെ ഒക്കെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലപ്പോൾ നെവിൻ പറഞ്ഞിരിക്കാം, പണപ്പെട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എടുത്തേക്കാം എന്നൊക്കെ വല്ലതും പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ പണപ്പെട്ടി എടുക്കും എന്നുള്ളൊരു ഇത് ബിഗ് ബോസിന് തോന്നിയിരിക്കാം. അതുകൊണ്ടാണ് ശരിക്കും ഒരു ശിക്ഷയായിട്ട് തന്നെ അത് തന്നെ കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതൊരു എപ്പിസോഡ് റിവ്യൂ ആയിട്ടല്ല ചെയ്തത്. ഞാൻ ഈ വെളിയിൽ വരുന്ന കണ്ടസ്റ്റൻസ് എന്തുകൊണ്ടാണ് ഈ അനുമോളെ കോർണർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പി ആർ ഉണ്ടെന്നോ മറ്റുള്ളവരുടെ പി ആർ ഹൈലൈറ്റ് ചെയ്യാനോ ഒന്നും ഇവർ ശ്രമിക്കാറില്ല. ഇവർ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഇവരുടെ ഒരു ബുള്ളിങ് ഗ്യാങ്. ഈ ബുള്ളിങ് ഗ്യാങ്ങിൽ ഒരു 9ഓളം പേരുണ്ടായിരുന്നു. ഈ 9ഓളം പേര് വെളിയിൽ വരുമ്പോഴും അനുമോളെ തന്നെയാണ് കോർണർ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഇനി ആര്യൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇനി ആര്യന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും ഈ പറയുന്ന അനുമോൾക്കെതിരെ തന്നെയായിരിക്കും. പക്ഷെ അനുമോൾ അവിടെ എന്താണ് ഗെയിം കളിച്ചതെന്നും എന്ത് ഗെയിമാണ് ഈ ബിഗ് ബോസ് എന്ന് മനസ്സിലാക്കി കളിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഇതെന്താണെന്നൊക്കെ ചിലപ്പം വിറച്ചൊക്കെ നിന്നിരിക്കാം. പക്ഷെ അതിനുശേഷം ഒരു തിരിച്ചു വരവ് എന്ന് വെച്ചാൽ ഇത്രയും പേര് കോർണർ ചെയ്തിട്ട് പോലും അനുമോൾ അവിടെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കപ്പാസിറ്റി തന്നെയാണ്. പി ആർ ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. ആർക്കാ പി ആർ ഇല്ലാത്തത്? ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് വരെ പി ആർ ഉണ്ട്. അപ്പം പി ആർ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാക്കി പൊക്കി കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പി ആർ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കപ്പടിക്കാതെ പോയി, അല്ലെങ്കിൽ ഞങ്ങൾ കപ്പെടുത്തതിന് ഇന്ന് ഈ 9ഉം 10ഉം പേരൊക്കെ പറയുമ്പം നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിക്കുക, നിങ്ങളിൽ ആർക്കാണ് കപ്പെടുക്കാൻ യോഗ്യത ഉണ്ടായിരുന്നത് എന്നുള്ളത്. എന്നിട്ട് നമ്മളെ ഒന്ന് അറിയിക്കുക, എല്ലാവരെയും ഒന്ന് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ തീരുമാനം പറയാമല്ലോ. ഈ ഇറങ്ങി വന്നവരെല്ലാം കപ്പടിക്കാൻ യോഗ്യത ഉള്ളവരാണ്. ഇല്ലെന്ന് നമ്മൾ നിങ്ങൾ ബിഗ് ബോസിൽ പോയത് തന്നെ നിങ്ങളുടെ വിജയം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ പറഞ്ഞ രേണുസുതി വരെ എനിക്ക് കപ്പടിക്കാൻ സാധ്യത ഞാനായിരുന്നു പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആയിരിക്കാം. ആകെ അതും ഒരു ഗെയിമായിട്ട് നമുക്ക് കൂട്ടാം. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. അസൂയ കുശുമ്പ് ഞാൻ ഇപ്പോഴും ആദ്യം പോലെ പറഞ്ഞ കാര്യമാണ്. ഈ പറഞ്ഞ 2-3 പേരോട് മാത്രമേ ഉള്ളൂ ഈ അസൂയയും കുശുമ്പും. അനീഷ്, ഷാനവാസ്, അതുപോലെ തന്നെ അനുമോള്. ഈ 3 പേരോടാണ് ഏറ്റവും കൂടുതൽ അസൂയയും കുശുമ്പുമായിട്ട് നടക്കുന്നത് ഈ വെളിയിൽ വന്നവർ. അതിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് അനുമോളാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഈ പി ആറുകൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ അനീഷിന്റെ നല്ലൊരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് താഴെ പോയി അനീഷിന്റെ നെഗറ്റീവായിട്ട് എഴുതിയിടും, അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, ബുള്ളി എന്ന രീതിയിലൊക്കെ കമന്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് കമന്റുകൾ വരും. പക്ഷെ തിരിച്ചാണ് ഇവിടെ അതുപോലെ തന്നെ ഷാനവാസിന്റെ ആയിക്കോട്ടെ, അക്ബറിന്റെ ആയിക്കോട്ടെ, എല്ലാവരുടെ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ അനുമോൾക്ക് പി ആർ ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അനുമോളുടെ പി ആറുകൾ ആരുടെയെങ്കിലും പോസ്റ്റിന് താഴെ പോയിട്ട് ഇങ്ങനെ വൾഗറായിട്ട് കമന്റുകളൊക്കെ ഇടുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അനുമോളുടെ പോസ്റ്റിന് താഴെ വന്നിട്ട് വൾഗറായിട്ട് ഒരുപാട് കമന്റുകൾ ഇടുന്നത് ഞാൻ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഞാനിത് പറയുമ്പോൾ എന്നെ കൂടുതൽ പേരും എന്നെ പി ആർ ആക്കും. ഇത് അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്, അനുമോളുടെ പി ആർ ആണ്. ഞാൻ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ എന്റെ വീഡിയോ കണ്ടു നോക്കുക. ഞാൻ പറയുന്നത് ചിലപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ്. അത് പറഞ്ഞിട്ട് ഞാൻ അനുമോൾ ചെയ്യുന്നതെല്ലാം ഞാനിപ്പം അനുമോൾ ഭയങ്കര പുണ്യവതിയാണ്, അല്ലെങ്കിൽ അവിടെ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. എല്ലാ മനുഷ്യർക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. പക്ഷെ ആ നെഗറ്റീവ് എന്നൊരു സംഭവം നമ്മളിൽ നിന്നും ഉണ്ടായാൽ അത് നെഗറ്റീവാണെന്ന് സമ്മതിക്കാൻ, അതിൽ ക്ഷമ ചോദിക്കാനും ഒരു ഇത് വേണം. ഒരു ക്വാളിറ്റി ആണത്. അതൊരു പോസിറ്റീവാണ്.
ഈ പറഞ്ഞ അക്ബർ ഉൾപ്പെടെ അക്ബറിന്റെ ഗ്യാങ് ഉള്ളവർ എന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന് മാത്രമാണ് അവർ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വെളിയിൽ വന്നവർ തന്നെ അവർ ചെയ്ത തെറ്റുകൾ അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് അവർ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം ഇന്നതിലാണല്ലോ ഉണ്ടായത്, അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ തെറ്റുകാരല്ലേ? അപ്പൊ അക്ബർ ആണെങ്കിലും ടീം ലീഡർ അക്ബർ ആണല്ലോ, അപ്പൊ അക്ബർ പോലും അവിടെ ഇത് തെറ്റാണെന്ന് പറയുന്നില്ല. അക്ബർ അവരുടെ കൂടെ നിന്ന് ബുള്ളി ചെയ്യുകയാണ് എതിരെ നിൽക്കുന്ന ആൾക്കാരെ. തെറ്റുകൾ ഇവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ പോയെന്നാണ് തോന്നുന്നത്. തെറ്റേതാ ശരിയേതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെല്ലാം പോയെന്നാണ് തോന്നുന്നത്. എന്തായാലും ടീം ലീഡർ അവിടെ ഉണ്ട്, അക്ബർ അവിടെ തന്നെ ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാം കുരുതി കൊടുത്തിട്ട് അക്ബർ അവിടെ നൈസായിട്ട് ബീൻ ബാഗിൽ ഇരിപ്പുണ്ട്. അപ്പം എവിക്റ്റായി പോയ എല്ലാവരും കാണുന്നുണ്ടല്ലോ. അക്ബർ ആ കാലിന്റെ മേളിൽ കാലൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് അടുത്ത ഇരയെ കൊത്താനുള്ള ശ്രമത്തിൽ അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.